നമ്മളിന്ന് കമ്പ്യൂട്ടറിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബാർകോഡ് റീഡർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രോസസിംഗ് ഡിവൈസ്, ബി സ്റ്റോറേജ് ഡിവൈസ്, സി ഇൻപുട്ട് ഡിവൈസ്, ഡി ഔട്ട്പുട്ട് ഡിവൈസ്. ബാർകോഡ് റീഡർ എന്തിന് എക്സാമ്പിൾ ആണ്? ബാർകോഡ് റീഡർ എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്തത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഈസ് ഡിസൈൻ ടു ഹെൽപ്പ് പ്രോഗ്രാമേഴ്സ്. പ്രോഗ്രാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണോ? പെർഫോം സ്പെസിഫിക് ടാസ്ക് ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ്. കമ്പ്യൂട്ടർ യൂസേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡിസൈൻ ഓൺലി. ഡിസൈൻസിന് വേണ്ടി മാത്രമാണോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ആൻസർ. പെർഫോം സ്പെസിഫിക് ടാസ്ക് ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ്. കമ്പ്യൂട്ടർ യൂസേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ അലോസ് ദ യൂസേഴ്സ് ടു ഡയഗ്നൈസ് ആൻഡ് ട്രബിൾ ഷൂട്ട് ദ ഡിവൈസ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡിവൈസിനെ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ആരെ അലോ ചെയ്യും? യൂസേഴ്സിന്. ഡയഗ്നൈസ് ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും യൂസറിനെ അലോ ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. രണ്ടാമത്തെ, ഈസ് എ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഈസ് എ പാർട്ട് ഓഫ് എ പ്രൊഡക്ടിവിറ്റി സ്യൂട്ട്. ഒരു പ്രൊഡക്ടിവിറ്റി സ്യൂട്ടിന്റെ ഭാഗമാണ്. ഹെൽപ്സ് ദ കമ്പ്യൂട്ടർ ടു മാനേജ് ഇന്റേണൽ റിസോഴ്സസ്. ഇന്റേണൽ റിസോഴ്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നതാണ്. ആൻസർ എന്താണെന്ന് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനെ എക്സ്റ്റേണൽ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അടുത്ത, സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ കമ്പോണൻസ് ദാറ്റ് എ കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് ഓഫ് ഫേംവെയർ, പ്രോഗ്രാംസ്, വേർഡ് പ്രോസസ്സിംഗ്. ആൻസർ ഏതാണ്? പ്രോഗ്രാംസ്. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. The operating system is the most common type of dash software. Communication, application, system, word processing. Operating system എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അടുത്തത്, the simultaneous processing of two or more programs by multiple processors. അതായത് എന്താണ്? two or more programs multiple processorsല് പ്രോസസ് ചെയ്യുന്നതിനെ എന്തെന്ന് പറയും? മൾട്ടി പ്രോഗ്രാമിംഗ്, മൾട്ടി ടാസ്കിംഗ്, ടൈം ഷെയറിംഗ്, മൾട്ടി പ്രോസസിംഗ്, മൾട്ടി പ്രോഗ്രാമിംഗ്, മൾട്ടി ടാസ്കിംഗ്, ടൈം ഷെയറിംഗ്. ആൻസർ മൾട്ടി പ്രോസസിംഗ് ആണ്. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിൽ ടു ഓർ മോർ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സിംഗ് ചെയ്യുന്നതിനെയാണ് മൾട്ടി പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റൺസ് ഓൺ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ റൺ ചെയ്യും. സെർവേഴ്സ് പ്ലാറ്റ്ഫോം ഫോർ അതർ സോഫ്റ്റ്വെയർ ടു റൺ. മറ്റു സോഫ്റ്റ്വെയർസിനൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് സെർവ് ചെയ്യും. എന്താണ്? എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സി പ്രോഗ്രാം, ഡി പെരിഫറൽസ്. ആൻസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. It shares characteristics with both hardware and software. എന്താണ്? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും രണ്ടിന്റെയും സവിശേഷതകൾ ഷെയർ ചെയ്യുമെന്നാണ്. ഏതാണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂട്ടിലിറ്റി. ഏതായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും സവിശേഷതകൾ ഷെയർ ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെന്നാണ്? വിൻഡോസ്, ലിനക്സ്, യുണിക്സ്, MS-DOS. ഏതാണ്? MS-DOS ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ്? റിസോഴ്സ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, പ്രോസസ് മാനേജ്മെന്റ്. ഏതാണ്? ആൻസർ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് കൂട്ടത്തിൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷോർട്ട് ആയിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നോക്കിയത്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി മോഡ്യൂൾ വീഡിയോസ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Thank you.